കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ 15ാം ദിവസവും തുടരുകയാണ്. മുതലപ്പുഴയിൽ കാണാതായ ഷിജിൻ, വിഴിഞ്ഞത്ത് കാണാതായ ജോൺ മത്യാസ് എന്നിവർക്കായുള്ള തിരച്ചിൽ 15ാം ദിവസത്തിലേക്ക് കടന്നു. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടലിലും തീരത്തും പരിശോധന തുടരുന്നുണ്ട്. ജോൺ മത്യാസിനായുള്ള തിരച്ചിൽ തമിഴ്നാട് തീരങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണയ്ക്കായും വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട്. MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീക്ഷ, ഈ 3 മത്സ്യത്തൊഴിലാളികൾക്കായി ഇവരുടെ കുടുംബങ്ങൾ കണ്ണുനീരോടുകൂടി അവർ നടത്തിയ പ്രതിഷേധമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. കാത്തിരിക്കുകയാണ് അവർ തിരിച്ചു വരുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ കുടുംബത്തിനുണ്ട്. കേരളവും ഇതേ പ്രതീക്ഷയിൽ തന്നെയാണ്. 15 ദിവസമായി 2 ആഴ്ച പിന്നിട്ടു. ഇപ്പോൾ നടക്കുന്ന തിരച്ചിൽ എങ്ങനെയാണ് പ്രതീക്ഷ? ഷിഹാസ്, മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ തിരച്ചിൽ കാര്യക്ഷമമല്ലായിരുന്നു. പിന്നീട് കുടുംബത്തിന്റെ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായതും കൂടുതൽ തിരച്ചിലിനായി വിവിധ സംവിധാനങ്ങളെ വിനിയോഗിച്ചതും. ഇപ്പോൾ കാര്യക്ഷമമായി തിരച്ചിൽ നടക്കുന്നുണ്ട്. 15ാം ദിവസമാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തീരമേഖലകളിൽ പുരോഗമിക്കുന്നത്. മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെയും ഒപ്പം ഈ വിഴിഞ്ഞത്ത് കാണാതായ ജോൺ മത്യാസിന്റെയും ഒപ്പം നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കും വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേവിയുടെ ഉൾപ്പെടെ സഹായം സംസ്ഥാനം തേടുകയും നേവി ഉൾപ്പെടെ വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീരമേഖലകളിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെയും ആ ഒരു കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്ന വാർത്തകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും ആ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ ജോൺ മത്യാസിനായി തമിഴ്നാട് തീരങ്ങളിലും തിരച്ചിൽ നടത്തും എന്നതാണ് പ്രധാനമായും സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കോസ്റ്റൽ പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും ഉൾപ്പെടെയുള്ള സഹായം തേടിയിട്ടുണ്ട്. ഇവരൊരുമിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുതലപ്പുഴയിൽ നേരത്തെ സ്കൂബ ടീം അംഗങ്ങൾ ഉൾപ്പെടെ ആ തിരച്ചിലിന് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു തിരച്ചിൽ ഇന്നും തുടരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ തിരച്ചിൽ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. പല ഇടങ്ങളിലായി തീരമേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായി തന്നെ മത്സ്യബന്ധനം നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഹ്രസ്വകാല പദ്ധതിയും ദീർഘകാല പദ്ധതിയും ഇതുമായി ബന്ധപ്പെട്ട തയ്യാറാക്കാനാണ് സർക്കാരിന്റെയും തീരുമാനം. അതിനൊപ്പം തന്നെ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കുള്ള തിരച്ചിലും ഇപ്പോൾ പലയിടങ്ങളിലായി പുരോഗമിക്കുകയാണ്. ശരി പ്രതീക്ഷ.